പണം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. തരുന്നത് കളക്ടർ ആയതുകൊണ്ട് എണ്ണി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ തരുന്നതിന് മുമ്പ് എനിക്ക് നീ ആരാണെന്ന് അറിയണം. ആ, അത് വേണ്ട. അതിനിവിടെ പ്രസക്തി ഇല്ലല്ലോ കളക്ടറെ. രഹസ്യം സൂക്ഷിക്കുന്നവൾക്ക് മുന്നിൽ അത് പരസ്യമാക്കാതിരിക്കാൻ യാചനയായിട്ട് വന്നതല്ലേ നീ? അപ്പോ കൽപ്പനയല്ലല്ലോ വേണ്ടത്, അപേക്ഷയല്ലേ? താണ് കേണുള്ള അപേക്ഷ. അപേക്ഷ ഞാൻ സ്വീകരിച്ചാ രഹസ്യം പുറത്താകാതിരിക്കും. സ്വീകരിച്ചില്ലെങ്കിൽ അറിയേണ്ടവരൊക്കെ അറിയും. എന്താ, അതല്ലേ ശരി കളക്ടർ മാഡം? പണം വാങ്ങിയതിനു ശേഷം നീ വീണ്ടും പണം ആവശ്യപ്പെടില്ലെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. വിശ്വാസം. ഞാൻ അങ്ങനെ പറയില്ലെന്ന് വിശ്വസിക്കുക. അല്ലാതെ മറ്റൊരു വഴി നിനക്ക് മുന്നിൽ ഇല്ല ശാലിനി. നീ ആരാ? ആ ആ ആ ചോദ്യം ഇവിടെ ആവശ്യമുള്ളതല്ല. ഞാൻ ആരുമാകാം, പക്ഷേ ഇപ്പൊ ഞാൻ നിൽക്കുന്നത് നിനക്കനുകൂലമായിട്ടാ. അതൊരു പക്ഷേ നീ തരാൻ പോകുന്ന ഈ പണം കണ്ടിട്ട് തന്നെ ആവാം. പണമല്ലേ? പണം എന്തിനാ? ചെലവാക്കാൻ. അങ്ങനെ ചെലവാക്കി പെട്ടിയുടെ കനം കുറഞ്ഞ ഞാൻ ചിലപ്പോ വീണ്ടും പണം ആവശ്യപ്പെട്ടെന്നിരിക്കും. തരാൻ നീ ബാധ്യസ്ഥയുമാവും. ഇല്ലെങ്കിൽ പിന്നെ എന്റെ വാക്കുകൾ കേൾക്കുന്നത് സത്യഭാമയായിരിക്കും. അറിയാലോ അവരെ. രണ്ടടി അവരുടെ കാരണം നോക്കി അടിച്ചിട്ട് അടിക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞ അവര് ക്ഷമിക്കും. പക്ഷെ അവരെ പോലൊരു സ്ത്രീയെ ബോധപൂർവം പറ്റിച്ചു എന്നറിഞ്ഞ അവര് നിന്ന് ഉറഞ്ഞു തുള്ളും. എന്ത് വേണമെന്ന് ഇപ്പൊ തീരുമാനിക്കാം. ഞാൻ ആരാണെന്ന് സത്യം തേടി പോകണോ, അതോ സത്യഭാമയ്ക്ക് മുന്നിലേക്ക് ഞാൻ ആ രഹസ്യം എറിഞ്ഞു കൊടുക്കണോ എന്നൊക്കെ. പപ്പി സ്വന്തം മോളല്ലെന്ന് ആ രോഹിത് എങ്ങാനും അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഭ്രാന്ത് പിടിച്ചു പോവും അവനെപ്പോലൊരു ലോല ഹൃദയം. കിട്ടുന്നത് എന്താണോ അതെടുത്തിട്ട് പോളും ശ്യാമയുടെ പള്ളയ്ക്ക്. ശ്യാമയുടെ മരണം, രോഹിത്തിന്റെ അറസ്റ്റ്, കേസ്, പുകില്, ജയില്. ശാലിനിയുടെ തിരക്കുള്ള ജീവിതത്തിൽ വീണ്ടും ഓടടാ ഓട്ടം. എന്താ വേണ്ടെന്ന് വെച്ചാ ഇപ്പൊ തീരുമാനിക്കണം. എനിക്കാണെങ്കിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാ. പണം ഞാൻ തരാം, അത് നിന്നെ വിശ്വസിച്ചുകൊണ്ട്. പക്ഷെ വീണ്ടും തരികിട പരിപാടിയുമായി കളത്തിലിറങ്ങാനാണ് ഭാവമെങ്കിൽ ജില്ലാ കളക്ടറുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വരും. അതൊരു പക്ഷേ നിനക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. ചെയ്യില്ല നീ. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. 10 ചോദിച്ചെടുത്ത് ഞാൻ 50 ചോദിച്ചാലും കൊണ്ട് തരും നീ. കയ്യിലില്ലെങ്കിൽ 10 പേരോട് തെണ്ടിയിട്ടായാലും നീ കൊണ്ടുവരും. കാരണം നിന്റെ കൂടെ പിറപ്പുകളോട് നിനക്ക് വലിയ മതിപ്പാ. അവർക്കൊരാപത്ത് വരുന്നത് നിനക്ക് സഹിക്കില്ല. നിന്റെ ജീവിതം തകർന്നാലും അവരുടെ ജീവിതം തകരരുതെന്ന് നീ എപ്പോഴും ആഗ്രഹിക്കും. അത് തന്നെ അടി എന്റെ തുറപ്പ് ചീട്ടും. ആ, ഇനി ഇത് തീരുന്നത് വരെ ഞാൻ വിളിക്കില്ല എന്നൊന്നും പറയില്ല. തീരാതിരിക്കാൻ നീ പ്രാർത്ഥിക്കും. എനിക്ക് വലിയ വലിയ ആവശ്യങ്ങൾ വരാതിരിക്കാൻ കരഞ്ഞു തന്നെ പ്രാർത്ഥിക്കും. എന്നാ പോട്ടെ. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, അതൊന്ന് ഉറപ്പിക്കണമായിരുന്നു. നിന്നൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന്. ഇനി നീ പൊയ്ക്കോ. നീ പറയുന്നതൊന്നും സത്യമ്മ വിശ്വസിക്കില്ല. അതുകൊണ്ട് ഈ പണവും നിനക്ക് തരേണ്ട ആവശ്യമില്ല.
ശാലിനി, നീ ഇതല്ല ഇതിനപ്പുറത്തെ തറ വേല കാണിക്കുന്ന എനിക്കറിയായിരുന്നു. പക്ഷെ നീ കാണിച്ചത് ഉടായിപ്പ് കണ്ടുപിടിച്ച ഏറ്റവും വലിയൊരാളുടെ അടുത്താണെന്നുള്ള കാര്യം നീ മറന്നു. നീ എനിക്ക് പണമായി വന്നപ്പോ മുതൽ, പപ്പിയുടെ ജനന ചരിത്രം മുതൽ ശ്യാമയുടെ മരണം വരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാ എന്റെ ഫ്രണ്ട് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. നോക്കടി. ഇതൊന്ന് സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും. ഈ സ്ക്രീനൊക്കെ വെച്ചിട്ട്, ഈ 4K എഫക്റ്റിൽ. അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയൊക്കെ. ഈ പണം നീ എനിക്കായിട്ട് തന്നെ കൊണ്ടുവന്നതാണെങ്കിൽ അത് ഞാനായിട്ട് തന്നെ കൊണ്ടുപോകും. അതെന്റെ ഒരു വാശിയാ. എന്താ നിന്റെ ഉദ്ദേശം? നിന്റെ പതനം, എന്നേക്കുമായിട്ടുള്ള നിന്റെ അധപതനം അവിടെ കൊണ്ടൊന്ന് എത്തിക്കുന്നില്ല ഞാൻ. വരാൻ പോകുന്ന കാലമല്ലേ, അതെങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു ജയിൽവാസം, അത് നീ ചോദിച്ചു വാങ്ങിക്കരുത്. അതിനിട വരുത്തുകയും ചെയ്യരുത്. ബെൽറ്റ് ഇട്ടിട്ട് പൂട്ടുന്ന നായ അതിൽ കിടക്കില്ലെന്ന് കണ്ടാ പിന്നെ പൂട്ടുന്നത് ചങ്ങലപ്പൂട്ട. അത് നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ആരുടെ കാലിൽ ആ ചങ്ങലപ്പൂട്ട് വീഴുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അവർ സമയത്ത് എത്തുമെന്ന് പറഞ്ഞിട്ടില്ലേ ഭാമേ? ഞാൻ ഓർത്തില്ല ഇത്രയും ആർഭാടമായിട്ട് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. എല്ലാ സത്യമ്മയുടെ ഏർപ്പാടല്ലേ. നമ്മൾ ഊഹിക്കുന്നത് ഒന്നുമല്ല സത്യമ്മ ചിന്തിക്കുന്നത്. എന്തെല്ലാമോ കണക്കൂട്ടുകളൊക്കെ സത്യമ്മ നടത്തിയിട്ടുണ്ട്. ഇതൊന്നും അല്ല എന്നെ സന്തോഷിപ്പിക്കുന്നത് രോഹിത്തെ. എന്റെ കുഞ്ഞേച്ചിയെ കൂടി ഈ സന്തോഷത്തില് സത്യമ്മ പങ്കെടുപ്പിക്കുന്നുണ്ടല്ലോ. അതെന്നെ സംബന്ധിച്ച് വളരെ വലിയൊരു കാര്യമാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, സത്യമ്മയ്ക്ക് എന്തൊക്കെയോ കണക്കൂട്ടുകളൊക്കെ ഉണ്ടെന്ന്. ഇതോടുകൂടി എല്ലാ വഴക്കും മറന്ന് എല്ലാരും ഒന്നിച്ച് ഈ വീട്ടിൽ തന്നെ താമസിച്ചാ മതിയായിരുന്നു. ശരിയാ, അത് തന്നെയായിരിക്കും സത്യമ്മയുടെ ലക്ഷ്യവും. അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷമൊന്നും നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിരുന്നില്ലല്ലോ. ഈ വർഷം സത്യമ്മ തന്നെയല്ലേ ആഘോഷിക്കാന്ന് പറഞ്ഞത്. ആ, അതാ ഞാൻ പറഞ്ഞത്, എന്തൊക്കെയോ കണക്കൂട്ടുകൾ സത്യമ്മ നടത്തിയിട്ടുണ്ട്. പൊന്നു ചേച്ചി, എന്താ കുഞ്ഞ്? പപ്പി മോളെവിടെ? പപ്പിയ സംസാരിക്കുന്ന പാവയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അല്ല, നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? എല്ലാവരും അവിടെ ശാലിനി കുഞ്ഞ് വരുന്നതും കാത്ത് നിൽക്കുക എതിരേൽക്കാനായിട്ട്. അല്ല, സത്യമ്മയുണ്ടോ? സത്യാമ്മയാ മുന്നിൽ നിൽക്കുന്നത്. ആകെ അതിശയായിരിക്കുക സത്യാമ്മയുടെ കാര്യത്തില്. ഇത്രയും നാളും ശാലിനി കുഞ്ഞെന്ന് കേട്ടാ
കടിച്ചു കീറാൻ വരുന്ന ആളാ. ഇന്നിപ്പോ വരുന്നതും കാത്ത് വാതൊക്കെ നിക്കുന്നു. ഞാൻ എന്താ എടുക്കാൻ വന്നേ? ആ അത് എന്നാ പിന്നെ നമ്മളായിട്ട് എന്തിനാ മാറി നിൽക്കുന്നേ? വാ. പിന്നെ ഇന്നത്തെ ഇവിടുത്തെ താരം നമ്മളല്ല, എന്റെ കുഞ്ഞേച്ചിയാ, അത് മറക്കണ്ട. ആയിക്കോട്ടെ. നടക്ക് നടക്ക്. അല്ല, ഇതെന്താ എല്ലാരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അതെ, ശാലിനി ഇപ്പൊ നിന്റെ കുഞ്ഞേച്ചി മാത്രമല്ല, ഈ ജില്ല ഭരിക്കുന്ന ജില്ലാ കളക്ടറും കൂടിയാ. അവളെ വെറുതെ വന്നു കയറേണ്ട ഒരു പെണ്ണല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ശാലിനിയെ സ്വീകരിക്കണം. കുറച്ച് വൈകിയാണെങ്കിലും മര്യാദകളൊക്കെ ഭാമ പഠിച്ചു തുടങ്ങി. എല്ലാം എനിക്കറിയാം. ഒരവസരം വരുമ്പോഴല്ലേ നമുക്കത് പ്രകടിപ്പിക്കാൻ പറ്റൂ. ഓ, അമ്മ വലിയ സന്തോഷത്തിലാണല്ലോ. ഈ സന്തോഷം കാണുമ്പോൾ വലിയ പേടിയാ തോന്നുന്നേ. എപ്പോൾ വേണമെങ്കിലും ഇത് മാറാം. ആ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ചടങ്ങുകൾ കഴിഞ്ഞിട്ടുള്ള നിപ്പാണോ? ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. ചേച്ചി കയറിയോ? വരൂ, വാ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ശ്യാമ. താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ചടങ്ങുകളൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മുടെ കൂട്ടത്തിന് അധികാരം ഞാൻ ക്ഷണിച്ചിട്ടില്ല. അതിന് മറ്റുള്ളവർക്കൊക്കെ ഒരു ചെറിയ നീരസം ഉണ്ടാവും. എന്നാലും നിങ്ങളെയൊന്നും എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ആ മാലതിക്ക് ചെറിയൊരു സംശയം ഇല്ലാതില്ല. എന്നോടത് സൂചിപ്പിക്കുകയും ചെയ്തു. ഓ, അത് സാരമില്ല. ഞാൻ സ്ഥാനം ഒഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നവളല്ലേ. പിന്നെ കേക്ക് കട്ടിങ്ങും മധുരം കൊടുക്കലും അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. എല്ലാം കണ്ട് ഭക്ഷണവും കഴിച്ച് സന്തോഷത്തോടെ വേണം ഇവിടുന്ന് പോകാൻ. അമ്മയുടെ ഈ സന്തോഷം കാണുമ്പോൾ എൻ്റെ മനസ്സ് ടെൻഷനാവുക ചെയ്യണേ. ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും. അല്ല, നിങ്ങളെല്ലാം ആരെങ്കിലും കാത്തു നിൽക്കുവാണോ? അതെ, വളരെയധികം വേണ്ടപ്പെട്ട ഒരാള് വരാനുണ്ട്. ചീഫ് ഗസ്റ്റ് എന്ന് തന്നെ പറയാം. എന്റെ മൂത്ത മരുമകള് ശാലിനി വിഷ്ണു. ജില്ലാ കളക്ടർ അല്ലേ, നമ്മളപ്പോ അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കണ്ടേ? അങ്ങനെ എൻ്റെ ഭാര്യ ജീവിതത്തിൽ ആദ്യമായിട്ട് അവളുടെ നല്ല മനസ്സുകൊണ്ട് നല്ല കാര്യം പറഞ്ഞു. ഇത് അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. നിങ്ങളെ അകത്തേക്ക് ഇരിക്കേ. ചെല്ലേ. ശരി. അല്ല, ആ ശാലിനി സത്യാമ്മയും തമ്മിലുള്ള പിണക്കങ്ങളൊക്കെ മാറിയോ? അമ്മായിമ്മയും മരുമോളെന്ന് വെച്ചാ ചക്കരയും പീരയും പോലെയാ. എപ്പോ വേണമെങ്കിലും കൂടാ പിരിയാം. അത് പ്രകൃതി നിയമം. അത് ശരിയാ. പഴക്കും പകളും ഇല്ലെങ്കിൽ പിന്നെ എന്താ അമ്മായിയമ്മ മരുമോളുവാ. ഹായ് മോളെ, പാവ കൊള്ളല്ലോ. ഇത് ടോക്കിംഗ് ഡോളാ, സംസാരിക്കുന്ന പാവയാ. നമ്മൾ എന്ത് പറഞ്ഞാലും അതേപോലെ തിരിച്ചു പറയും. ആഹാ, കൊള്ളാലോ. രണ്ട് വഴക്കാരെങ്കിലും പറയിക്കണെങ്കിലും ഇതിനെ കൊണ്ട് പറയിക്കല്ലോ. നീ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ, നിനക്ക് ഉപകാരപ്പെടും. എന്താ മോളെ ഒരു വൈകുന്നേ? ഇപ്പൊ വരും വെച്ചാ, അവരിപ്പ എത്തും. ആഹാ, ചേച്ചിയമ്മ സത്യം എന്താ അമ്മ വരാത്തെ? അവരിപ്പം വരും മോളെ. എല്ലാരും അവർക്ക് വേണ്ടി കാത്തിരിക്കുക. ശ്യാമേ, നീ അവർക്ക് ജ്യൂസ് എടുത്തു കൊടുക്ക്. ജ്യൂസ് ഇപ്പൊ എടുക്കാവേ. ബൊക്കെയൊക്കെ ഉണ്ടോ? പിന്നല്ല, സത്യാമ്മയെ കുറിച്ച് എന്താ കരുതിയിരിക്കുന്നേ? ഇന്നെന്തൊക്കെയോ സത്യാമ്മ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നടത്തുകയും ചെയ്യും. ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞാ മതിയായിരുന്നു. കുഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും.
എടാ നീ ഒന്ന് സമാധാനായിട്ടിരിക്കടാ, അവരിങ്ങി വരൂടാ. ഓ എന്തൊരു വെപ്പാളാന്ന് നോക്കിയേ. ഇതൊന്ന് സത്യാമ്മയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സിനിമ കാണിക്കുന്നത് പോലെ അങ്ങ് കാണിക്കും. ഈ സ്ക്രീനൊക്കെ വെച്ചിട്ട് ഈ 4K എഫക്റ്റ്. അതോടെ തീരും നിന്റെ ഈ തിളപ്പും വാശിയൊക്കെ. സുസ്മിത, അവളൊരു തീരാ ശാപമായി മുന്നിൽ നിൽക്കുകയാണല്ലോ ഈശ്വര. എങ്ങനെ അവളെ ഒന്ന് ബ്ലോക്ക് ചെയ്യുക? എല്ലാ സത്യങ്ങളും അവളെ സത്യാമ്മയ്ക്ക് മുന്നിൽ വിളമ്പിയ പിന്നെ ഈ വാഹനത്തിൽ 2 പേരെ കൂടി ഒപ്പം കൂട്ടി തിരിച്ചു കൊണ്ടുവരേണ്ടി വരും. ഷാമിയും 2 പേരെയും സത്യാമ്മ പുറത്താക്കും. പിന്നെ അമ്മയ്ക്ക് പറഞ്ഞു കരയാൻ 2 സങ്കടങ്ങളുണ്ടാവും. ദേവിക്ക് മുന്നിൽ പറഞ്ഞ് നിലവിളിക്കാൻ 2 കാര്യങ്ങളും ആവും. എല്ലാം സുസ്മിതയുടെ നാവിൻ തുമ്പിലെ വാക്കുകളിലാണ്. അവളെ തടയുകയല്ലാതെ മറ്റൊരു വഴിയും മുന്നിൽ കാണുന്നില്ലല്ലോ ഭഗവാനെ. എന്തെങ്കിലും ഒരു വഴി കാണിച്ചതാ എൻ്റെ കൃഷ്ണ. മക്കൾക്ക് വേണ്ടി ഇത്രയും കരഞ്ഞിട്ടുള്ള ഒരമ്മ, മക്കളുടെ രക്ഷ ഓർത്ത് ഇത്രയും ഭഗവാനെ വിളിച്ചിട്ടുള്ള ഒരമ്മ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല. ഇനിയും കണ്ണീര് മാത്രം മക്കളായിട്ട് ഈ അമ്മയ്ക്ക് കൊടുക്കാൻ പാടില്ല. തടയണം, സുസ്മിതയെ ഏത് വിധേനയും തടയണം. മോളെ, നീ എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നത്? ഒന്നുമില്ല അമ്മ. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർക്ക് നമ്മൾ അമ്മയും മക്കളെയും സങ്കടപ്പെടുത്തി മതിയാവുന്നില്ലല്ലോ എന്ന് ഓർക്കുകയായിരുന്നു. ഓടുന്നവനെ എന്നും ദൈവം ഓടിച്ചുകൊണ്ടിരിക്കും മോളെ. അതൊരു പ്രകൃതി നിയമ. ചില സമയത്ത് സഹിക്കാനാവാതെ ദൈവത്തെ പോലും കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അതൊട്ടും സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാ. ഈ സങ്കടവും കണ്ണീരും എല്ലാം നമ്മളോട് കൂടി അവസാനിക്കണമെന്നൊരു പ്രാർത്ഥനയുള്ളൂ. നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണോ അമ്മേ? ശാരദാമ്മയുടെ കണ്ണീരിന്റെ തുടർച്ച ശാരദാമ്മയുടെ മക്കളുടെ ജീവിതാന്ത്യം വരെ ഉണ്ടാവാൻ പാടുള്ളൂ. അവരുടെ മക്കളിലേക്ക് ഇത് പോകരുത്. അവരെങ്കിലും സുഖമായിട്ട് ജീവിക്കണം. അങ്ങനെ ഒരു പ്രാർത്ഥന അമ്മ ഞാനിപ്പോ മനസ്സിൽ കൊണ്ട് നടക്കുന്ന. മോളെ, നിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്. എനിക്ക് സങ്കടമാവുമെന്ന് കരുതി നീ മനഃപൂർവ്വം പറയാത്തതാണെന്ന് എനിക്കറിയാം. അതെന്തായാലും ഒഴിഞ്ഞു പോകാൻ, ആ ഒരു തടസ്സം മാറിക്കിട്ടാൻ അമ്മയും പ്രാർത്ഥിക്കാം. അങ്ങനെ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു തടസ്സമല്ല അമ്മേ അത്. അതൊരു ഉടുമ്പ. പിടിച്ച പിടിക്കുന്ന ഭാഗം അടർത്തി എടുത്തു കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഉടുമ്പ്. അതിനെ പറിച്ചു മാറ്റാൻ ശ്രമിച്ച നമ്മളെയും കൊണ്ടേ പോവും. പക്ഷെ നമുക്കതിനെ ഒഴിവാക്കി നോക്കൂ. ഇല്ലെങ്കിൽ അവൾ നമ്മളെല്ലാം തകർക്കും.
അച്ഛാ ഒന്ന് വിളിച്ചു നോക്കാം. ഇല്ല, ഇപ്പൊ വരും മോളെ. ഇതിപ്പോ വരും നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടേ നേരെ ഒരുപാടായല്ലോ. നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ അകത്ത് വെയിറ്റ് ചെയ്യുവാ. ഡാ മോനെ, ഒന്ന് ഫോൺ ചെയ്ത് നോക്കടാ എവിടെ എത്തിയെന്ന്.